എഫേസ്യ ലേഖനം സമകാലിക ചരിത്രം 1-ാം ഭാഗം. ഏഷ്യ മൈനറിലെ ഏറ്റവും സുന്ദരവും ഫലഭൂയിഷ്ഠവുമായ ഭൂപ്രദേശമായിരുന്നു ഇയോണിയ. ഇയോണിയയിലെ പ്രസിദ്ധമായ പട്ടണമായിരുന്നു എഫേസോസ്. വെളിപ്പാട് 2:8 മുതൽ 11 പറയുന്ന സ്മുർണയ്ക്ക് 40 മൈൽ തെക്കായിട്ടാണ് എഫേസോസിൻ്റെ സ്ഥാനം. വളരെ സുഖപ്രദമായ കാലാവസ്ഥ, സംഗീതം, നൃത്തം എന്നിവയിൽ താൽപ്പര്യമുള്ള സുഖലോലുപരായ ജനങ്ങൾ, പ്രതാപശാലികളായ പുരുഷന്മാരും സർവാഭരണ വിഭൂഷിതകളായി സഞ്ചരിക്കുന്ന സ്ത്രീകളും എഫേസോസിൻ്റെ പ്രൗഢിയുടെ പ്രതീകങ്ങളായിരുന്നു. ഡയാന എന്നറിയപ്പെടുന്ന അർത്തിമോസ് ദേവിയുടെ ആരാധനാ കേന്ദ്രമായിരുന്നു എഫേസോസ്. പുരാതന കാലത്തെ 7 അതിശയങ്ങളിലൊന്നാണ് അർത്തിമോസ് ക്ഷേത്രം. 425 അടി നീളവും 82 അടി വീതിയുമുള്ള അർത്തിമോസ് ആരാധനാ കേന്ദ്രത്തിന് 60 അടി ഉയരമുള്ള 120 സ്തൂപങ്ങളുണ്ട്. ഓരോ സ്തൂപവും ഓരോ രാജാവിൻ്റെ സംഭാവനയായിരുന്നു. അതിൽ 36 എണ്ണം സ്വർണ്ണ തകിടുകൊണ്ട് പൊതിഞ്ഞ് ഭംഗി വരുത്തിയിരുന്നു. പുരാതന ക്ഷേത്രങ്ങൾ മധ്യഭാഗം മാത്രം മേൽപ്പണിയുള്ളതും ബാക്കി ഭാഗങ്ങൾ തുറന്നു കിടക്കുന്നതും ആയിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മേൽപ്പണി നിർമ്മിച്ചത് സൈപ്രസിൽ അഥവാ കുപ്രോസിൽ നിന്ന് കൊണ്ടുവന്ന തടി കൊണ്ടാണ്. അർത്തിമോസിൻ്റെ ആരാധനയുടെ കാര്യത്തിൽ മാത്രമല്ല, റോമൻ രാജാരാധനയ്ക്കായി നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും എഫേസോസ് അക്കാലത്ത് കീർത്തി പ്രാപിച്ചു. നീറോ, ക്ലൗദിയോസ്, ഹദ്രിയോൻ, സെവേറിയോസ് എന്നീ കൈസർമാരുടെ പേരിൽ നിരവധി ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വിഗ്രഹാരാധന എഫേസോസിൽ ഏറ്റവും ശക്തമായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ കുപ്രസിദ്ധമാണ് എഫേസോസ്. ഏലസുകളെന്നും തകിടുകളെന്നും അറിയപ്പെടുന്ന മന്ത്രങ്ങളും ഇന്ദ്രജാല ജപങ്ങളുമായി അർത്തിമോസ് ദേവിയുടെ പേരുള്ള എഫേസ്യ ലിപികൾ പ്രസിദ്ധമാണ്. രോഗനിവാരണം, സന്താനോൽപാദനം, വിവിധ ഉദ്യമങ്ങളുടെ വിജയം എന്നിവയ്ക്ക് അത്യുത്തമമാണവയെന്ന് ആളുകൾ വിശ്വസിക്കുകയും അത് വാങ്ങിക്കുവാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ വരികയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള എഫേസോസിലെ ജനത്തെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ അവരും തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ അവരെയും അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം അവരെയും ദത്തെടുക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ എഫേസോസ് അന്യദൈവാരാധന വിട്ടുമാറി സത്യദൈവത്തിൽ വിശ്വസിച്ച് രക്ഷ നേടി. പ്രിയമുള്ളവരെ, ദൈവവും പിതാവുമായവൻ നാമും വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെയും തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം നാമും ഇതുപോലെ യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുക്കപ്പെടുകയും ചെയ്തതിനാൽ ശേഷിച്ച നമ്മുടെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് എഫേസ്യ ലേഖനം വെളിച്ചം തരുന്നു. ശ്രദ്ധയോടെ ലേഖനം വായിക്കുക. പരിശുദ്ധാത്മാവ് പൊരുൾ തിരിച്ചു തരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.